guys, welcome to another cute little vlog. Say hi. Hello people in Malayanglish. സോ ഇന്ന് എനിക്ക് ഓഫാണ്, അവനും ഓഫാണ്. സോ നമ്മൾ കുറച്ച് അടുക്കുപിറക്കും കാര്യങ്ങളൊക്കെയാണ്. കാരണം ക്രിസ്മസ് വരാൻ പോയതുകൊണ്ട് ഹോൾ വീട് നമ്മൾ വൃത്തിയാക്കി ഡെക്കറേറ്റ് ചെയ്യണം. സോ അതിൻ്റെ അടുക്കിപ്പിറക്കിലിരിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര മാക്കീസ് കഴിക്കാനുള്ള കൊതി. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് മാക്കീസിൽ പോവാണ്. ഒന്നും അറിയാതൊന്നും മനസ്സിലാവാതിരിക്കുന്നു. എക്സാക്ട്ലി. സോ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് മാക്കീസ് കഴിക്കണം കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. പക്ഷേ ഇവിടെ തണുപ്പായതുകൊണ്ട് ഡ്രസ്സെല്ലാം വലിച്ചു വാരിട്ട് ഉള്ളിൽ പോയി കഴിക്കാൻ വയ്യ. കാരണം കുറേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ, തണുപ്പായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ക്ലിക്ക് ആൻഡ് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാറിൽ പോകുന്നു, പാർക്ക് ചെയ്യുന്നു, ക്ലിക്ക് ആൻഡ് കളക്റ്റിൽ ഓർഡർ ചെയ്യുന്നു. അവർ നമുക്ക് കാറിൽ തന്നെ കൊണ്ടുവന്ന് തരും. അപ്പോൾ നമുക്ക് പാട്ടിന് കഴിക്കാം ഓർ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാം, ആസ് വി വിഷ്. So we are gonna go to Mackie. Yay, in American capitalism. Bye, see you in Mackie's. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോലം. മേക്കപ്പും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. വീട്ടിലുള്ള പോലെ തന്നെ ഏതോ കയ്യിൽ കിട്ടിയ ഡ്രസ്സും വാരി വലിച്ചിട്ട് ഓടുകയാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ, കാറ്റും മഴയും മഞ്ഞും ഒക്കെ തുടങ്ങി. ഭയങ്കര കാറ്റാണിന്ന്. സൂര്യൻ കണ്ടോ? സൂര്യനില്ല, പ്രകാശം എവിടെയൊക്കെയോ. ഇതാണ് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ, OOTD. പിന്നെ ഞങ്ങളുടെ ബിന്നിൽ കണ്ടോ ബ്രിക്കൊക്കെ വെച്ചേക്കുന്നത്, ഇല്ലെങ്കിൽ പിന്നൊക്കെ പറന്നു പോവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയൊക്കെ കൊടുത്ത് ഞങ്ങൾ മെല്ലെ കാറിൽ കയറി കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. ഞാൻ എപ്പോഴത്തെ പോലെ പാസഞ്ചർ പ്രിൻസസ് ആണ്. അപ്പോൾ ഇനി പോയി സന്തോഷമായി മാക്കീസ് കഴിക്കാം. ഞാൻ കുറച്ച് നേരമായിട്ട് റെക്കോർഡ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നീ റെക്കോർഡ് ചെയ്യല്ല, ബട്ടൺ അമർത്തിയിട്ടില്ല സുഭാഷ്. അപ്പോൾ നമ്മൾ കാർഡിഗൻ ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അതെന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ. അപ്പോൾ അവിടെ കുറേ കടകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ Gaia, stop there. It's not a shopping centre. What is it? It's a leisure park. It's a shopping complex. No, it's a leisure park. There's not really shopping. It's got a gym and restaurants and a cinema. Baby, it's not British English. It's Indian English. In India, we do say shopping complex. Thank you so much. It's not a shopping complex. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള മെയിൻ അടി. ഇന്ത്യയിൽ നമ്മൾ ബാത്റൂം എന്നാണ് പറയുന്നത്, ഇവിടെ ടോയ്ലറ്റ് എന്നേ പറയുള്ളൂ. അതേപോലെ ഇന്ത്യയിൽ നമ്മൾ ക്യാപ്സിക്കം പറയും, ഇവിടെ പെപ്പർ എന്നേ പറയുള്ളൂ. It's a pepper. No, it's not a pepper. Yes, it is. Capsicum. Capsicum's the Latin. Babe, go with it. No. Oh my god, why did I do this? Okay. So നമ്മള് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ, ഷോപ്പ് ചെയ്യാനൊക്കെ പോകുമ്പോൾ, ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ പറയും നമുക്ക് ക്യാപ്സിക്കം എടുക്കാന്ന്. അപ്പോൾ why you looking at me like that? Apart from Aldi, no. What are you on about? What do you think I'm telling? Talking about shopping. No, I'm not talking about shopping. I'm not talking about shopping complex. I'm telling about how we go for grocery shopping, and when I say we need capsicum, you start yapping. That's what I'm on about. ഇതാണ് എൻ്റെ ലൈഫ്. എൻ്റെ ദേവി, അമേരിക്കൻ ഇംഗ്ലീഷ് അല്ലേ നമ്മൾ ഇന്ത്യയിൽ പഠിച്ചത്, പക്ഷെ ഇവിടത്തെ ഇംഗ്ലീഷിൽ കുറച്ച് വ്യത്യാസം. You don't speak King's English, basically. King's English is not the right English. Thank you. Why do? Yes, it is. God save the king. Why does Q have QUEUE? Why? It's called having silent letters. Genius. Okay, അപ്പം ഞാൻ കട്ട് ചെയ്യാണ്. ഞങ്ങൾ കുറച്ച് നേരം ഭാഷയുടെ പേരിൽ അടി ഉണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോണ വഴി. വീടിനടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 3-4 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിലാകെ ഭയങ്കര മൂഡ് ഓഫ് ആയി പോകും. അപ്പോൾ ഇന്ന് രാവിലെ മഞ്ഞ് പെയ്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് നല്ല ആലിപ്പഴം പെയ്തിട്ടുള്ള അങ്ങനത്തെ മഴയില്ലേ, അതായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം മഴ മാത്രമായി. എന്തു വിചിത്രമായ ക്ലൈമറ്റാണോ എന്തോ. ഈ കാണുന്നത് കണ്ടോ, അത് ആക്ച്വലി റെയിൽവേ ബ്രിഡ്ജാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ ഇപ്പോൾ പോയില്ല, നോർമലി എപ്പോഴും പോവും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ പോകുന്നതാണ് ഒരു രസം, ചെറിയൊരു കൗതുകം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ പോകുന്നിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എന്താ പറയുക, മോളിൽ പോലെ തന്നെ, പക്ഷെ മുകളിലെല്ലാം ഒന്നിച്ചായിരിക്കും. ഇവിടെ പല കടകൾ വേറെ പോലെ ആയിരിക്കും. ഇപ്പോൾ KFC, മെക്ഡി, പിന്നെ ഡ്രസ്സിൻ്റെ കടകൾ, ആ കടകൾ, ഈ കടകൾ എല്ലാം ഉണ്ട്. ഒരു മോളിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ, പക്ഷേ അതെല്ലാം കൂടെ ഒരു ബിൽഡിങ്ങിലല്ലാതെ
എല്ലാം അങ്ങനെ ചെതറി ഒരു കോമ്പൗണ്ടിൽ കിടക്കുകയാണ്. എനിക്കിതിൻ്റെ ഐഡിയോളജി മനസ്സിലായിട്ടില്ല. പക്ഷേ അങ്ങനെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെയാണ് ഇവിടെ കുറേ. നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മോളുകളല്ല, അതിനകത്തെല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ മോളും ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനത്തെ ലെഷർ പാർക്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് എന്തോന്ന് നമ്മുടെ നാട്ടിലൊക്കെ ലെഷർ പാർക്ക് എന്നൊക്കെ പറയുന്നത് മറ്റേ വീഗാലാൻഡൊക്കെയാണ്. ഇത് ഇങ്ങനൊരു ലെഷർ പാർക്കാണ്. കടകൾ മുകളിലല്ലാതെ ഇങ്ങനെ ചെതറി കിടക്കുന്നത് ഒരു പ്രത്യേകതരം ലെഷറാന്ന് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മെഗ്ഡി എത്തിയിരിക്കുകയാണ്. മെഗ്ഡി എത്തി. ഇനി നമ്മൾ മെല്ലെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ ഓൾറെഡി ഫുഡ് ഏതൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റും കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് ചെറിയ 1-2 പണിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. പിന്നെ അവർ നമുക്ക് കൊണ്ടു തന്നോളൂ. This one can't know when she starts and finishes recording. Maybe I should be directing, not her. ഞാൻ പിന്നെയും കുറേ ലോഡ് എന്തൊക്കെയോ പറഞ്ഞു വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കാർ പാർക്കിൽ പാർക്കിംഗ് സ്ലോട്ടിൽ നമ്മൾ പാർക്ക് ചെയ്തു. സോ നമ്മൾ ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കാർ പാർക്കിലാണ് നമ്പർ ഉണ്ട് ഇവിടെ ഓരോന്നിനും. അപ്പോൾ അതിൻ്റെ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കൊണ്ടുതരും. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ലോട്ട് 16-ലാണ് നമ്മളുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പാർക്കിംഗ് സ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലൊക്കെ പാർക്കിംഗ് സ്ലോട്ട് എന്നൊക്കെ പറയും. കാർ പാർക്ക് എന്നേ പറയാൻ പാടുള്ളൂ. കാരണം പാർക്കിംഗ് സ്ലോട്ട് എന്ന് പറയുന്നത് മോർ ഓഫ് എൻ അമേരിക്കൻ തിങ് ആണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ദേവി. അപ്പോൾ നമ്മളത് അടിച്ചു കൊടുത്താൽ മതി, അവർ നമുക്ക് കൊണ്ടുതരും. അപ്പോൾ അത് അടിച്ചു കൊടുത്ത് നമ്മളിപ്പോൾ വെയിറ്റിങ്ങിലാണ്. റൈറ്റ് ഹബി? യു ആർ വെയിറ്റിംഗ്? Wait for food, yes. Gabby, I'm recording this time. Right. What do you like the most about me? Ass. Babe. You ask the question, you get an answer. I can't post this. Of course you can. No. Of course you can. Babe. What do you like the most about me? It's on derriere. Huh? What You is don't know French, you don't know what I've said. Babe. It's on derriere, it's right. I know what you mean. Babe. What was I on about then? The ass. Exactly. Gary Amis I know behind my you. husband. Baby, I can't post any of this. Yeah. What do you like the most about me? Babe, please. The divine peach. Babe. How many times? I'm not going to change my answer. How many times you... What do you like the most about my character? There we go. To be fair, she's a very loving person and she does care about me. Mostly. Baby. എത്ര പ്രാവശ്യം ഞാനൊരു ദിവസത്തിൽ സെൽഫ് കൺട്രോൾ ചെയ്യും. By the way, viewers, I'm going to introduce you to a novel concept. Pashu. അയ്യോ. Whatever. What's the Malayalam things that you know that I've taught you? Pashu is one Pashu. of them. I know that. That's all you need to know. What do you say for mother? Amma. Yeah. What do you say for father? A chin. What do you say for brother-in-law? Elephant. Babe. എൻ്റെ ഏട്ടൻ്റെ പേര് ഗണേഷ് എന്നാണ്. അതാണത്. Babe. I've forgotten. Alien. Alien. Alien അല്ല, alien. 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 Yeah, good. What are you doing? I'm just mashing my throttle pedal. നട്ടുച്ചയാണ് കേട്ടോ ഇത്. ദേവി കണ്ട എൻ്റെ കൃഷ്ണ. നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ വെയിലെടുത്ത് പണ്ടാകടങ്ങിയാണ്. ഇപ്പോൾ വെയിലിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഓരോ ദിവസം. വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തോളൂ. ഇത് വൈറ്റമിൻ ഓ വിറ്റമിൻ in British English? Say that again, sir? Vitamin or vitamin? Vitamin. Vitamin, yeah. Vitamin tablets. Is it American English where it's like vitamin? Yes. Oh, You're there, which is. Yeah. By the way, your food's here. Yay! You know we're gonna... ഇത് കണ്ടു തന്നു. ഞാനത് റെക്കോർഡ് ചെയ്തില്ല, കൊണ്ടുവരുന്നവർക്ക് ഇഷ്ടമല്ലെങ്കിലോ whatever. സോ നമ്മൾ ഒത്തിരി സാധനം വാങ്ങിച്ചു. ഒത്തിരി ഇല്ല, ബട്ട് മെക്കീസ് അല്ല അത്ര കോസ്റ്റ്ലി അല്ല. Can I start eating a bit? Like a teeny tiny bit? Yeah, one chip, because I've had one chip. Yeah. ഞങ്ങൾ ഡിസൈഡ് ചെയ്തായിരുന്നു വീട്ടിൽ പോയി കഴിക്കുള്ളൂ എന്ന്, ബട്ട് മുടിയത് രാവിലോട്ടൊന്നും പറ്റില്ല. I'll show you what we bought. പക്ഷേ എനിക്ക് മാക്കീസിലെ ചിപ്സാണ് കമ്പയർഡ് ടു KFC, Wingstop എല്ലാത്തിനും കമ്പയർ ചെയ്യുമ്പോൾ I love Mackey's chips because salted ആണ്, and it's so thin. I like thin chips, I guess.
And it's more crispy. Do you feel like mac and chips are more crispy compared to KFC? Yes. Yeah. What about Wingstop? No. And Burger King? No. No, Burger King is no. Oh, bacon chips. Chips are alright, but I like the bacon. Oh, Burger King. Oh, yeah. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. വന്നപ്പോഴത്തേനെക്കാട്ടിലും ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിരുന്നു തിരിച്ചു പോകുമ്പോൾ. പക്ഷെ വന്നപ്പോഴത്തേനെക്കാട്ടി വെളിച്ചം തിരിച്ചു പോകുമ്പോഴായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തോറും വെളിച്ചം കൂടി വരാണെന്ന് തോന്നുന്നു. പക്ഷേ വീട്ടിൽ വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വെളിച്ചമൊക്കെ തീർന്നു, എല്ലാം പോയി, ഇരുട്ടായി. അപ്പം ഞങ്ങൾ മീലാണ് വാങ്ങിച്ചത്. രണ്ടുപേരും 2 മീൽ വാങ്ങിച്ചു. അവൻ ക്രിസ്മസ് ബേസ്ഡ് ആയിട്ട്, ക്രിസ്മസിന് എപ്പോഴും പുതിയതായിട്ട് അവർ ഒരു സീസണൽ സാധനം ഉണ്ടായിരിക്കും, അവനതാ വാങ്ങിച്ചു, അതിൻ്റെ മീൽ. പിന്നെ ഞാൻ വാങ്ങിച്ചത് മെക് ക്രിസ്പിയാണ്, മെക് സ്പൈസിയാണ് ഞാൻ വാങ്ങിച്ചത്. അതായത് നമ്മുടെ സിംഗർ ബർഗറൊക്കെ പോലെ ചിക്കൻ്റെ ബർഗറാണ് ഞാൻ വാങ്ങിച്ചത്. അത് സ്പൈസി ബർഗറാണ്. ആൻഡ് നമ്മൾ മെക് സ്പൈസി ഇത്ര സ്പൈസി അല്ല എന്ന് വിചാരിക്കും, പക്ഷെ നല്ല എരിവുള്ള സാധനം തന്നെയാണ്. പിന്നെ ഞങ്ങളൊരു ചിക്കൻ ഷെയറിങ് പാക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സ്ട്രിപ്സ് പ്ലസ് ചിക്കൻ നഗറ്റ്സ് അങ്ങനെ വരുന്ന. പിന്നെ കുറേ ഡിപ്പും അതിൻ്റെ കൂടെയുള്ളതാണ്, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡെസേർട്ടിന് പൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വാങ്ങിച്ചത് ഒരു സീസണലായിട്ടുള്ള ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ പൈ ആയിരുന്നു. ഞാൻ വാങ്ങിച്ചത് എൻ്റെ സ്ഥിരം ആപ്പിൾ പൈ ആണ്. അപ്പോൾ അതൊക്കെ മേടിച്ച് അത്യാവശ്യം ഒരു നേരത്തേക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെ കണ്ടു എന്ന് വെച്ചിട്ടും ഒരു ചെറിയ ബർഗർ, ഫ്രൈസ്, അതുപോലെ ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അവൻ കോക്ക് സീറോ ആണ് അവന് ഏറ്റവും ഇഷ്ടം. കോക്ക് സീറോ അവൻ വാങ്ങിച്ചു. ഞാൻ ഒയാസിസ് ആണ് വാങ്ങിച്ചത്. ഒയാസിസ് എന്ന് പറയുമ്പോൾ ഒരു സമ്മർ ഡ്രിങ്ക് പോലെയാണ്, ബട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒയാസിസ് ആണ്. ഇതാണ് എൻ്റെ മെക് സ്പൈസി ആൻഡ് അതാണ് അവൻ്റെ ബർഗർ. അത് ബീഫ് ബർഗറാണ്, ബീഫ് പാറ്റയിൽ വെച്ചിട്ട്. അവർ ബേക്കൺ വെക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് വരും. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. ഇതാണ് കേട്ടോ ആപ്പിൾ പൈ എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആപ്പിളിൻ്റെ പീസസ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യൽ അല്ല എന്ന് അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം. What's it called? On the yellows. Terry chocolate orange pie. And I got an apple pie. To play that shot, so it looks like you you're did. playing for the brown. The Mac Spicy is really good as well. I'm loving it. I think so. Oh, now what's my thing? സോ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ചെറിയൊരു മാക്കീസ് വിസിറ്റ്. അപ്പോൾ ഞങ്ങൾ തിന്ന് തീർക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്ക് ടു മൈ അടുക്കി പറക്ക്. കുറേ വലിച്ച് വാരിയിട്ടുണ്ട്, അതൊക്കെ പോയി അടുക്കി പറക്കണം. അഡൾട്ടിങ് സക്സ്. സോ യാ, അത്രയേ ഉള്ളൂ. സീ യു സൂൺ ഇൻ എ ഡിഫറെൻറ്റ് വീഡിയോ. സേ ബൈ ഹണി. Bye. Bye.